എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ്സാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ കടന്നുവരവ് എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ മാധ്യമം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതൊരു പബ്ലിക്കേഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പ്രസിദ്ധീകരണം. അത് മാത്രമാണ് നമുക്ക് ഉദ്ദേശം. പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണം. അത് മാഗസിൻ ആവാം, ചിലപ്പോൾ ഒരു പാംലെറ്റ് ആവാം, ചിലപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ആവാം. എന്തു തന്നെയാണെങ്കിലും പ്രസിദ്ധീകരിക്കപ്പെടുന്നതെല്ലാം നമ്മളിവിടെ പബ്ലിക്കേഷൻ എന്നുള്ള ഒറ്റ സിംഗിൾ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെ തുടങ്ങി, ഇന്ത്യയിൽ അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, എത്രത്തോളം ഇന്ന് ഈ പറയുന്ന പ്രസ്സിന് പ്രാധാന്യം കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക്. പ്രിൻറ്റിംഗ് presses were first brought to India in the 16th century by Christian missionaries for publishing evangelical literature. 16-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ഈ പറയുന്ന, ഈ നൂറ്റാണ്ട് വലിയൊരു പ്രശ്നം കേട്ടോ. 16-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏത് വർഷമായിരിക്കുന്നു നിങ്ങൾക്കൊന്ന് പറയാം? 1500 മുതൽ 1600 വരെയാണോ? 1600 മുതൽ 1700 വരെയാണ്. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. 100 വർഷത്തിനെയാണല്ലോ സെഞ്ചുറി എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21st സെഞ്ചുറിയിലാണ്, 21-ാം നൂറ്റാണ്ടിലാണ്. അതായത് 2001 മുതൽ 2100 വരെയുള്ള കാലഘട്ടം. അതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന 21st സെഞ്ചുറി. അപ്പോൾ 16th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1500 മുതൽ 1600 വരെയുള്ള കാലഘട്ടമാണ് 16-ാം നൂറ്റാണ്ട്. ഏതിലേക്കാണോ പോയി എത്തി നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് നൂറ്റാണ്ട് അറിയപ്പെടുക. നമ്മൾ 2100-ലേക്കാണ് ഇനി കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 1500-കൾക്ക് ശേഷമാണ്, 1500-കൾ മുതൽ 600-കൾ വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിൽ പ്രസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസ്സിന് തുടക്കം കുറിച്ചത് ഫോറിൻ മിഷണറീസാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ മിഷണറീസ്. നമ്മളുടെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടുന്ന CMI പോലെയുള്ള പലതരത്തിലുള്ള മിഷണറി ഗ്രൂപ്പുകൾ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. മിഷൻ പ്രവർത്തനമാണ് പൂർണ്ണമായിട്ടും, സേവനമാണ് അവരുടെ ലക്ഷ്യം. ആ സേവനത്തിലൂടെ ക്രിസ്തു എന്ന വ്യക്തിയെ, ക്രിസ്ത്യാനിറ്റി എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഇവാഞ്ചലിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉള്ളവർക്ക്? ക്രിസ്ത്യാനിറ്റി ഈ രാജ്യം മുഴുവൻ പടർത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? മിഷണറീസിൻ്റെ, വൈദിക സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യവും അത് തന്നെയാണ്. ജനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, ക്രിസ്ത്യാനിറ്റിയെ പരിചയപ്പെടുത്തുക. അതവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. Their publications included the Bible and the other material that aided conversion and evangelization. കൺവേർഷൻ എന്ന് പറഞ്ഞാലും ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ആളുകളുടെ കൂറുമാറ്റം. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയുടെ പേരാണ് ഹിന്ദുയിസം. ഞാൻ എടുത്തു പറയുന്നു, ഹിന്ദുയിസം. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐഡിയോളജി, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ.
പക്ഷേ ഇന്ത്യയിൽ ചില സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇതിനെ റിലീജിയനാക്കി മാറ്റിയെടുക്കണം എന്നുള്ള അമിതമായിട്ടുള്ള താല്പര്യമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വർഗീയത എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന സാധനം ഇത് തന്നെയാണത്. അതിലൊന്നും മാറ്റമില്ല, രണ്ടും സെയിമാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇസം എപ്പോഴും ഐഡിയോളജിയാണ്. ഗാന്ധിസം, ബുദ്ധിസത്തിനെ പലരും മതമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബുദ്ധൻ ഒരിക്കലും ഒരു മതം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയല്ല. ബുദ്ധൻ ഒരു ദൈവമല്ല. അദ്ദേഹം ചില ആത്യന്തികമായിട്ടുള്ള സത്യങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ്. ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതിന് 8 മാർഗങ്ങളൊക്കെ ശ്രീ ബുദ്ധൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാര്യം, ആദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക. നിങ്ങളിൽ ആഗ്രഹങ്ങളില്ലേ, അവിടെ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എല്ലാ വിഷമത്തിൻ്റെയും പ്രധാന കാരണം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ബൈക്ക് ഉണ്ടാകുമ്പോൾ കാറ് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, കിട്ടാതാവുമ്പോൾ വിഷമം വരും. അങ്ങനെ വിഷമം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾക്ക് കാറെന്നുള്ളൊരു ആഗ്രഹം തന്നെ വേണ്ടാന്ന് വെച്ചാൽ മതി, പ്രശ്നം തീർന്നില്ല. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആദ്യം മാറ്റി നിർത്തൂ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകും. അപ്പം ഇവിടെ ഹിന്ദുയിസം എന്ന ഇസത്തിൽ വിശ്വസിച്ച് പ്രകൃതിയിലെ ഈശ്വരന്മാരെ വണങ്ങിക്കൊണ്ട് സൂര്യനെ, കാറ്റിനെ, അഗ്നിയെ, മഴയെ ഇതിനൊക്കെ ആരാധിച്ച് വണങ്ങിയിരുന്ന ഒരു വിശ്വാസ സമൂഹത്തിലേക്ക് ക്രിസ്തു എന്നൊരു പുതിയ വിശ്വാസത്തെ പകർന്നു കൊടുക്കാൻ മിഷണറീസ് ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് കൺവേർട്ടഡായി. ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റി എന്ന വിശ്വാസം കൺവേർഷനിലൂടെ അല്ലാതെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായ കുറച്ച് ആൾക്കാരുണ്ടായി. ഡോക്ടർ നദിക് കൃഷ്ണമൂർത്തി, എ നോട്ടഡ് ഹിസ്റ്റോറിയൻ ഓഫ് ദ പ്രസ്, ഇൻ ഹിസ് വർക്ക് ഇന്ത്യൻ ജേർണലിസം, നദിക് കൃഷ്ണമൂർത്തിയുടെ വർക്കിൻ്റെ പേരാണ് ഇന്ത്യൻ ജേർണലിസം, സ്റ്റേറ്റ്സ് ദാറ്റ് the first printed book in India was Doctrina Christa. പേരോർത്ത് വയ്ക്കുക, ഡോക്ട്രീന ക്രിസ്റ്റ, ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അർത്ഥം. അത് ഏതെങ്കിലും യൂറോപ്യൻ ലാംഗ്വേജിൽ എഴുതുമ്പോഴായിരിക്കും ഡോക്ട്രീന ക്രിസ്റ്റ എന്ന് വരുന്നത്. എ മിഷണറി പബ്ലിക്കേഷൻ ഇൻ 1557, വർഷം നോക്കിയേ 1557, നമ്മൾ നേരത്തെ പറഞ്ഞ 16th century. ഇത് ഈ ഹിസ്റ്റോറിയൻ്റെ കണ്ടെത്തലാണ്. 100% ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നദിക് കൃഷ്ണമൂർത്തി അദ്ദേഹം നടത്തിയ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ജേർണലിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തി 1557 ഡോക്ട്രീന ക്രിസ്റ്റ എന്ന പേരിലൊരു പുസ്തകം ഇറങ്ങി. ആ പുസ്തകമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പബ്ലിക്കേഷൻ ഇന്ത്യയിൽ. ദിസ് ബുക്ക് വാസ് പ്രിന്റഡ് അറ്റ് ദ പ്രിന്റിംഗ് പ്രസ് സെറ്റപ്പ് ബൈ ജെസ്യൂട്ട് പ്രീസ്റ്റ് ഇൻ ഗോവ. ഗോവയിൽ വന്നിറങ്ങിയ ഒരു കൂട്ടം ജെസ്യൂട്ട് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, CMI, അതുപോലെ തന്നെ കപ്പുച്ചിൻ, ഇങ്ങനെ കുറേ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു കാറ്റഗറിയാണ് ജെസ്യൂട്ട് എന്ന് പറയുന്നത്. ജെസ്യൂട്ട് പ്രീസ്റ്റ് ഗോവയിൽ അവരുടെ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിനെ മുഴുവൻ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 1557 ഇങ്ങനെ ഒരു പുസ്തകം അടിച്ചിറക്കുന്നു. ഡോക്ട്രീന ക്രിസ്റ്റ വാസ് എ കാറ്റഗിസം ടെക്സ്റ്റ് റിട്ടൺ ബൈ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ. ഗോവ
പറഞ്ഞപ്പോഴേ ഫ്രാൻസിസ് സേവിയർ പലരുടെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ. ഫ്രാൻസിസ് സേവിയറിൻ്റെ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്ക് കിട്ടിയ ഏറ്റവും വലിയ സഹായം, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഗോവയിൽ ഇന്നും ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം അഴുക മീൻസ് അറിയാമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ശരീരം ദ്രവിക്കാനും അഴുകിത്തീരാനും കാരണമായി തീരും. പക്ഷേ അദ്ദേഹം മരിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകാതെ ഇന്നും ഗോവയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വർഷത്തിൽ ഇത്ര ദിവസം പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് എടുത്തു വയ്ക്കും പുറത്തേക്ക്. എനിക്ക് തോന്നുന്നു ഡിസംബർ മാസത്തിലാണ് അത് ചെയ്യാറ് സാധാരണ. അതിൻ്റെ കാരണം നവംബർ ഡിസംബർ മാസങ്ങൾ ഗോവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന സീസണിൻ്റെ തുടക്കമാണ്. അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, നവംബർ ഡിസംബറിലെ ക്ലൈമറ്റ്. ആ ക്ലൈമറ്റിൽ ചൂട് കുറവായതുകൊണ്ട് ഗോവയിൽ പ്രത്യേകിച്ചും നമുക്കറിയാലോ, ഗോവ എന്ന് പറയുന്നത് ബേസിക്കലി ഫോർ ഓഷ്യൻ, കടലിനെ അല്ലെങ്കിൽ കടലിൻ്റെ സാന്നിധ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം, ടൂറിസം മേഖലയിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. അതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്തുള്ള സമയം ചെലവഴിക്കൽ, അതുപോലെ നമുക്കറിയാം രാത്രി സാധാരണഗതിയിൽ സൂര്യൻ്റെ ചൂടില്ലെങ്കിലും ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയും ചില സമയങ്ങളിൽ കടലിൽ നിന്ന് ചൂട് കാറ്റ് കരയിലേക്ക് തട്ടുകയൊക്കെ ചെയ്യും. ഗോവയെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് പാർട്ടികളും ഒപ്പം തന്നെ നൈറ്റ് റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുള്ള സംസ്ഥാനമാണ്. കാരണം ഈ വിദേശികൾക്ക് വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അതും ക്യാമ്പ് ഫയറും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പോസിബിലിറ്റീസ് ഉള്ള, പ്രത്യേകിച്ച് ഈ പബ്ബുകളൊക്കെ പോലെയുള്ള ഡാൻസ് ബാറുകൾ പോലെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തുടക്കം ഈ ഫ്രാൻസിസ് സേവിയർ പോലെയുള്ള മിഷണറീസിൻ്റെ മിഷൻ പ്രവർത്തനം അവരാദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗോവയിലാണ്. ഒരുപക്ഷെ ഇത്രയും മാർഗങ്ങൾ, കടൽ മാർഗം ഇങ്ങനെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെയാണ് ഗോവയിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുന്നതും ആ പുസ്തകം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ഒരു വിശുദ്ധനായിട്ടുള്ള ഫ്രാൻസിസ് സേവിയർ എഴുതിയ പുസ്തകം തന്നെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തത്. ദ സ്റ്റുഡൻസ് ഇൻ ദി ജെസ്യൂട്ട് കോളേജ് റിസീവ്ഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദിസ് ബുക്ക്. അപ്പോൾ ഇവിടെ ഇവരൊരു കോളേജ് ആരംഭിച്ചു, ജെസ്യൂട്ട് കോളേജ്. ആ മിഷണറി ഗ്രൂപ്പ് ആരംഭിക്കുന്നു. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ വേദപാഠ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അതിൽ മുഴുവൻ കൊടുത്തിരുന്നത്. ദ സെക്കൻഡ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1578 at Punnaikal, a village in Tirunelveli district in Tamil Nadu. അടുത്ത പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ തുടക്കം ഇന്ത്യയിലത്തെ രണ്ടാമത്തെ പ്രിൻറ്റിംഗ് പ്രസ്. ആദ്യത്തേത് ഗോവയിലാണെന്ന് പറഞ്ഞു, ആദ്യത്തെ പുസ്തകം ഡോക്ട്രീന ക്രിസ്റ്റി ആണെന്ന് പറഞ്ഞു, 1557 പുസ്തകം പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞു, ഫ്രാൻസിസ് സേവിയറാണ് പുസ്തകം എഴുതിയതെന്ന് പറഞ്ഞു. നദി കൃഷ്ണമൂർത്തിയുടെ ഇന്ത്യൻ ജേർണലിസം എന്ന പുസ്തകത്തിലാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശം കൊടുത്തിട്ടുള്ളതെന്ന് വരെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രിൻറ്റിംഗ് പ്രസ് തമിഴ്നാട്ടിലാണ്, തിരുനെൽവേലി നിങ്ങൾ വളരെ കേട്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലം, അവിടെ പുന്നൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്ത പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിക്കുന്നത്. ദിസ് ടു വാസ് എ ക്രിസ്ത്യൻ ഇനീഷ്യേറ്റീവ്. ഇതും ക്രിസ്ത്യൻസിൻ്റെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ തുടങ്ങിയിട്ട സ്ഥാപനം തന്നെയാണ്. ലേറ്റർ ഇൻ തമിഴ് പോർച്ചുഗീസ് ഡിക്ഷണറി വാസ് പബ്ലിഷ്ഡ് ഇൻ 1679. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആമ്പക്കാട് നിയർ തൃശ്ശൂർ. തൃശ്ശൂരിനടുത്തുള്ള ആമ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് തമിഴ് പോർച്ചുഗീസ്, മലയാളം അല്ല കേട്ടോ, തമിഴ് പോർച്ചുഗീസ് ലാംഗ്വേജിൻ്റെ ഒരു ഡിക്ഷണറി, അതായത് തമിഴ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോർച്ചുഗലിൽ എന്തു പറയും, അല്ലെങ്കിൽ പോർച്ചുഗലിലുള്ള വാക്കുകൾക്ക് തമിഴിൽ എന്തു പറയും എന്നുള്ള ഒരു ഡിക്ഷണറി പ്രിപ്പയർ ചെയ്ത് അത് 1679 അന്ന് മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടിയിട്ടുള്ള കാലമല്ല. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതൊക്കെ 1947 ശേഷമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് 18 19 സ്റ്റേറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ ഭാഷാടിസ്ഥാനത്തിൽ. പിന്നീടും ഭാഷാടിസ്ഥാനത്തിൽ തന്നെയാണ് പല സ്റ്റേറ്റുകളും അവരുടെ ആ ആവശ്യം, ഞങ്ങളെ സംസ്ഥാനമായിട്ട് അംഗീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. നിങ്ങൾ മറാത്ത എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി മറാഠികൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ഭാഗം മറാഠികൾക്ക് വേണ്ടി മാറ്റിവെക്കണം, അവർക്ക് സ്വതന്ത്ര സംസ്ഥാനം നൽകണം എന്നുള്ള ആവശ്യമായിട്ട് കുറേ നാളുകളെ. വളരെ റീസെൻ്റായിട്ട് നിങ്ങൾ ഭാഷാടിസ്ഥാനത്തിലൊരു വിഭജനം കണ്ടു കഴിഞ്ഞതാണ്. ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ വിഭജിച്ച് തെലുങ്കാന എന്ന് പറയുന്ന തെലുങ്ക് മാത്രം കൂടുതലായിട്ട് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിച്ചു കൊടുത്തു. അപ്പം തർക്കമായി, ആർക്കാണ് തലസ്ഥാന നഗരി കൊടുക്കേണ്ടത്. അവസാനം ഫൈനലൈസ് ചെയ്തു, തെലുങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും തലസ്ഥാനം ഒരു സ്ഥലം തന്നെ ഹൈദരാബാദ്. 2 സംസ്ഥാനത്തിനു കൂടി ഒരു തലസ്ഥാനം. അപ്പോൾ ഭാഷയ്ക്ക്, ആ ഭാഷാ പ്രാദേശികവാദത്തിന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ്. എനിവേ, തമിഴ് പോർച്ചുഗീസ് ഡിക്ഷണറി പ്രിൻ്റ് ചെയ്തിറക്കിയത് തൃശ്ശൂരാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. Most of the early printing presses were set up by Christian missionary group to propagate the teaching of Christ. ക്രൈസ്റ്റ് പഠിപ്പിച്ചത് എന്തോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഉപാധിയായിട്ട്, മാർഗമായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറീസ് ഈ വക മിഷണറി പ്രവർത്തനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രിൻറ്റിങ്ങും കൂടി ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നു. The English East India Company also set up printing presses in different places to aid efficient administration of the subcontinent. Presses were installed in Bombay, Madras and Calcutta in the late 17th and 18th centuries. The birth of the first newspaper in the country was towards the end of the 18th century. 18th century എന്ന് പറഞ്ഞാൽ 1700 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിൽ അവസാന നാളുകളെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവസാന വർഷങ്ങളെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1780 മുതൽ 800 വരെയുള്ള ആ ഒരു 20 വർഷക്കാലം. പക്ഷെ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വളർത്തുക എന്നുള്ളതല്ല. എങ്ങനെ അവർക്ക് ഈ രാജ്യത്തെ ഭരിക്കാം, അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പ്രസിദ്ധീകരണങ്ങൾ അടിച്ചിറക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന പ്രസിദ്ധീകരണം, പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ അതൊരു ന്യൂസ് പേപ്പർ അല്ല എങ്കിൽ പോലും ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന ആദ്യത്തെ പ്രസിദ്ധീകരണം ദി ബംഗാൾ ഗസറ്റ് അഥവാ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പരസ്യങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന വാർത്താമൂല്യമുള്ള സമകാലീന സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവും ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നില്ല. പക്ഷേ ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്നത് ഇതിനെയാണ്. അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ബംഗാൾ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെടും. അതിൻ്റെ ശരിക്കുമുള്ള പേര് ദി ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ഈ പ്രസിദ്ധീകരണത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്.
ഇതിന് മറ്റൊരു പേരിൽ അറിയപ്പെടും ഹിക്കീസ് ഗസറ്റ്. അതിൻ്റെ കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റാഫായിരുന്ന ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഈ പ്രസിദ്ധീകരണത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് ബംഗാൾ ഗസറ്റ് അഥവാ ഹിക്കീസ് ഗസറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ ക്വാളിറ്റി, അതിനകത്തുണ്ടായിരുന്ന വിവരങ്ങൾ, എങ്ങനെ പ്രിൻറ്റിങ് ആരംഭിച്ചു, എന്താണ് അതിൻ്റെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒപ്പം ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെയും നമ്മൾ പരിചയപ്പെടും. സോ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. Like English education, railway, telegraph and cricket, the press originated in India during the British rule. ട്രെയിൻ, ടെലഗ്രാം, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഇതൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലാണ്. കാരണം നമുക്കറിയാം, ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന കളി ഉത്ഭവിക്കുന്നത്. നിങ്ങൾ ആമീർ ഖാൻ അഭിനയിച്ച ലഗാൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇന്ത്യൻ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഒരു എയ്ഡ്, അങ്ങനെ ഒരു എയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. എങ്കിലും ഒരു പക്ഷേ അങ്ങനെയും ചില സ്ഥലങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയിട്ടുണ്ടായിരിക്കാം. ഒന്നുമില്ല, ക്രിക്കറ്റ് കളിച്ച് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചാൽ അവരാ സ്ഥലത്ത് നിന്നും പോകാമെന്നുള്ളൊരു ധാരണ. അതിനുവേണ്ടി ക്രിക്കറ്റ് എന്താണെന്ന് അറിയാത്ത ഒരു ഗ്രാമത്തിലെ ആളുകൾ ക്രിക്കറ്റ് കളി പഠിക്കാനും ക്രിക്കറ്റ് കളിക്കാനും തുടങ്ങുന്നിടത്താണ് സിനിമ. അവസാനം അവർ ജയിക്കുന്നു, അവർ ബ്രിട്ടീഷുകാരെ പുറത്താക്കിക്കുന്നു. അതിനൊരു ഡ്രമാറ്റിക്കൽ പ്രസൻറ്റേഷൻ കൊണ്ടുവരുന്നു, ഇടയിൽ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, തോൽക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നു. പലരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. എനിവേ, അതുപോലെ തന്നെ ഇവർ തന്നൊരു കോൺട്രിബ്യൂഷനാണ് പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. The main players in each case initially were British citizens. It was an Englishman, James Augustus Hickey, who brought out the first newspaper in India. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഇറക്കിയ വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി മറക്കാതിരിക്കുക, അതിനുവേണ്ടി രണ്ടു വട്ടം പറഞ്ഞു. The first issue appeared on January 29, 1780 in Calcutta, bearing the name Bengal Gazette or the original Calcutta General Advertiser. പേര് ഓർത്തു വയ്ക്കുക, ബംഗാൾ ഗസറ്റ് എന്നെങ്കിലും ഓർത്തു വയ്ക്കുക. പറ്റുന്നവർ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ബംഗാൾ ഗസറ്റ് ഓർ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നാണ്. അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ ഹിക്കീസ് ജേണലിനെ പറ്റി അല്ലെങ്കിൽ ബംഗാൾ ഗസറ്റിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ ജാനുവരി 29, 1780 എന്ന വർഷം 1780 ജനുവരി 29 എന്ന ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡേറ്റ് തെറ്റ് ചെയ്ത് ഫസ്റ്റ് ഇഷ്യൂ പബ്ലിഷ്ഡ് ഇൻ 1780 മതി, അവിടെ നിർത്തിക്കോ, ഒരു പ്രശ്നവുമില്ല നമുക്ക്. നേരെ മറിച്ച് ഇത്തിരി കൂടി ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു തോന്നിയ ഡേറ്റ് എഴുതി ആ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്നവരുടെ ഇമ്പ്രഷൻ പോകും. ജനുവരി 29 ഓർമ്മ വന്നില്ലെങ്കിൽ വേണ്ടെന്നേ, അറ്റ്ലീസ്റ്റ് 29 ഓർമ്മ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ ജാനുവരി 1780 പേട്ടയ്ക്ക് കയ്യിലുള്ള സാധനം എടുത്തിട്ട് അടിക്കുക, വേറെ ഒന്നും ആലോചിക്കേണ്ട അവിടെ. അതുപോലെ ഈ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ ഓർമ്മ വന്നില്ലെങ്കിൽ വിട്ടേക്കൂ, ബംഗാൾ ഗസറ്റ് പരിപാടിയായി, അപ്പട്ട നിർത്തിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് വാസ് എ വീക്ക്ലി ന്യൂസ് പേപ്പർ. അടുത്തൊരു പ്രത്യേകത, ഇതൊക്കെ നിങ്ങൾക്ക് ബംഗാൾ ഗസറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റിയ കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇറ്റ് വാസ് എ വീക്ക്ലി ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് അഡ്രസ്ഡ് എക്സ്ക്ലൂസീവ്ലി ടു ദ ലാർജ് ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് റെസിഡൻസ് ഇൻ കൽക്കട്ട. കൽക്കട്ടയിലുള്ള ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രസിദ്ധീകരണം ഇറക്കുന്നത്. കാരണം എന്താ, ഇംഗ്ലീഷിലാണ് ഇറക്കുന്നത്, ബാക്കി ആർക്കെങ്കിലും വായിക്കാൻ പറ്റണ്ടേ, വായിച്ചാൽ തന്നെ മനസ്സിലാവണ്ടേ. അപ്പോൾ പിന്നെ ഇംഗ്ലീഷിൽ ഇറക്കുകയാണ് ലാഭം.
അതവർ ഇംഗ്ലീഷിൽ ഇറക്കുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നു ഇത് ബ്രിട്ടീഷുകാരായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ഫ്രണ്ട് പേജ് ക്യാരിഡ് ഓൺലി ക്ലാസിഫൈഡ്സ്. ക്ലാസിഫൈഡ്സ് നിങ്ങൾക്കറിയാം, സ്ഥലം വിൽപ്പനയ്ക്ക്, വീട് വിൽപ്പനയ്ക്ക്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ പരസ്യങ്ങളെയാണ് ക്ലാസിഫൈഡ്സ് എന്ന് വിളിക്കുക. ക്ലാസിഫൈഡ്സ് അഡ്വർടൈസ്മെൻറ്റ് എ പ്രാക്ടീസ് പ്രിവലൻറ്റ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒരു രീതിയാണ്. ക്ലാസിഫൈഡ്സ് ആണ് ഫ്രണ്ട് പേജിൽ കൊടുക്കുക. ഇന്നത്തെ പോലെ പ്രധാന വാർത്തകളൊന്നല്ല അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റും ചെയ്തിരുന്നത്. ഫ്രണ്ട് പേജിൽ ക്ലാസിഫൈഡ്സ് ആഡ് ചെയ്യും. ഹിക്കി വാസ് ദ ഫൗണ്ടർ, എഡിറ്റർ, പ്രിൻ്റർ ആൻഡ് പ്രൊമോട്ടർ ഓഫ് ദിസ് വീക്കിലി. എല്ലാ ആൾ തന്നെയാണ്. ബാലചന്ദ്രമേനോട് സിനിമ പോലെയാണ്. A to Z കാര്യങ്ങൾ ആൾ തന്നെ ചെയ്തു. ഇറ്റ് വാസ് 2-page newspaper and size of the paper was 12 inch by 8 inches. 12:8 എന്നുള്ള രീതിയിലാണ് അവരതിനെ പ്രസിദ്ധീകരിച്ചത്. അതൊന്നും എഴുതാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. എഴുതാൻ പറ്റിയാൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം അതുവരെ ഈ കുട്ടിക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഹിക്കി വാസ് ദ ഫൗണ്ടർ, എഡിറ്റർ, പ്രിൻ്റർ ആൻഡ് പ്രൊമോട്ടർ എന്നുള്ളതും അതുപോലെ തന്നെ 2 pages ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അഡ്വർടൈസ്മെൻറ്റ് ഒക്യുപ്പൈഡ് മോർ ദാൻ സ്പേസ് റീഡിംഗ് മാറ്റർ. ദ ലീഡ് സ്റ്റോറി വെർ മെയിൻലി ടേക്കൺ ഫ്രം ഓൾഡ് യൂറോപ്യൻ ന്യൂസ് പേപ്പർ. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. വായിക്കാനുള്ള മാറ്റേഴ്സിനേക്കാൾ കൂടുതൽ പരസ്യമായിരിക്കും. കാരണം അദ്ദേഹം ഈ പത്രം നടത്തിയിരുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇതിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുൻപോ ബ്രിട്ടനിലോ യൂറോപ്പിലോ അച്ചടിച്ച ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്ന് കോപ്പി അടിച്ചൊരു വാർത്തയായിരിക്കും. അതിന് തർക്കമില്ല. ദിസ് ന്യൂസ് പേപ്പർ വാസ് എ പ്രിമിറ്റീവ് വൺ. ഭയങ്കര പഴഞ്ചനാണ്. ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കണ്ടന്റ്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ, ബട്ട് ഇറ്റ് ഹാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ ന്യൂസ് പേപ്പർ. എന്തൊക്കെ മോശം എന്ന് പറഞ്ഞാലും എന്തൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ആദ്യത്തെ ന്യൂസ് പേപ്പർ എഴുതുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇന്ത്യയിലത്തെ ഉത്തരം ബംഗാൾ ഗസറ്റ് എന്നാണ്. ബംഗാൾ ഗസറ്റ് കണ്ടൈൻഡ് ന്യൂസ് ഓഫ് ദി ഫൈറ്റിംഗ് ബിറ്റ്വീൻ the East India Company and local kings. The other content include reports of the parties hosted by British residents, advertisement notice of properties and article for sale, Hickey's column, Point Corner, and a section of letter to the editor. But it is important to note that there was hardly any news that really concerned the Indians. എന്തൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ ഉൾപ്പെട്ടിരുന്ന കാര്യങ്ങൾ? ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. എന്തൊക്കെയാണ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ? ഒന്ന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ലോക്കൽ കിങ്സുമായിട്ട് നടക്കുന്ന യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ. മറ്റൊന്ന്, ബ്രിട്ടീഷുകാർ നടത്തുന്ന ചില പാർട്ടികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. പാർട്ടി എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഈ ഫുഡ് അടിയൊക്കെ ആയിട്ടുള്ള പാർട്ടികൾ നടത്തുമല്ലോ അവർ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. കാരണം ഇവർ വായിക്കുന്നവർ ഇംഗ്ലീഷുകാരാണല്ലോ, അവർക്ക് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം പാർട്ടികളെക്കുറിച്ച്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിൽക്കാനുള്ളത്, വാങ്ങാനുള്ളത്, ക്ലാസിഫൈഡ് ആഡുകൾ. അതുപോലെ തന്നെ ഹിക്കീസ് കോളം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നൊരു കോളമുണ്ട്, മെയിനായിട്ട് ഗോസിപ്പാട്ടോ. ഇന്ന ജനറലിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് രഹസ്യബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റാളുടെ ഭാര്യ മറ്റവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇങ്ങനെയുള്ള ഗോസിപ്പ് കഥകൾ മാത്രം അച്ചടിച്ചിറക്കാനാണ് ഹിക്കി അദ്ദേഹത്തിൻ്റെ ഹിക്കീസ് കോളം ഉപയോഗപ്പെടുത്തിയിരുന്നത്. പിന്നെയുള്ളത് പോയിറ്റ്സ് കോർണറാണ്. അത് വിദേശ പത്രങ്ങളുടെ ഒരു രീതിയാണ്. പോയിറ്റ്സിന് അവരുടെ ആശയങ്ങൾ, അവരുടെ കവിതകൾ പങ്കുവെക്കാനുള്ള ഒരു കോളം
പത്രത്തിൽ മാറ്റിവെക്കും. അതിവിടെ ഹിക്കിയും ചെയ്തിരുന്നു. പക്ഷെ ഉപകാരമൊന്നുമില്ല. ഇംഗ്ലീഷ് പോയംസാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം ചോദിച്ച പോലെ ഇന്ത്യക്കാർക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആൻഡ് എ സെക്ഷൻ ഫോർ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്റർ ഇന്നും പത്രങ്ങൾ തുടരുന്ന, പ്രത്യേകിച്ച് ദി ഹിന്ദു ഒക്കെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി തുടരുന്ന ഒരു രീതിയാണ്. അത് അന്ന് കാലം തൊട്ടേ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എഡിറ്ററോട് പറയാനുള്ള കാര്യങ്ങൾ, പത്രത്തിന് സംഭവിക്കുന്ന തെറ്റുകൾ, പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമാണ്. അതവർ നോക്കുവോ ശ്രദ്ധിക്കുവോ മാറ്റുവോ അതൊക്കെ വേറെ വശം. നമ്മുടെ ഒരു സമാധാനത്തിന് നമുക്ക് വേണമെങ്കിൽ അവരോടത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു വാർത്തയും ഇതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നില്ല. Bengal Gazette claimed to be an impartial newspaper. It proclaimed under the masthead, a weekly political and commercial paper open to all parties but influenced by none. But the journal carried out a partisan campaign against then Governor General Warren Hastings and his wife, and then Chief Justice Elijah Impey. Hickey's Gazette generously made use of its page for gossiping and lampooning the private lives of the British officers. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ വീക്ക്ലി എന്ന രീതിയിൽ ഇറങ്ങിയിരുന്നതാണെങ്കിലും ആർക്കും വ്യക്തമായിട്ടുള്ളൊരു പ്രാധാന്യമൊന്നുമില്ല. ആരെ താറടിച്ച് കാണിക്കാൻ അവസരം കിട്ടണോ അവർക്കൊക്കെ കിട്ടും. ഹിക്കിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇലിജ ഇംപെയും തമ്മിൽ രഹസ്യ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് നമ്മുടെ ഈ പറയുന്ന ഹിക്കി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്, ഗോസിപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുക. കാരണം അപ്പം അത് വായിക്കാൻ ആൾക്കാർ കിട്ടും. ആ വായിക്കാൻ കിട്ടുന്ന ആൾക്കാർ ഈ പത്രം വില കൊടുത്ത് മേടിക്കും. അപ്പോൾ ഇതിൻ്റെ സർക്കുലേഷൻ കൂടും. അതിനനുസരിച്ച് പരസ്യത്തിൻ്റെ റേറ്റ് കൂട്ടാം. ഒപ്പം ഇവർ മേടിക്കുമ്പോൾ ഇവരുടെ ചെറിയ സബ്സ്ക്രിപ്ഷൻ ഫീ തരേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. There was a suspicion that Sir Philip Francis, the member of the Governor General's Council and an enemy of Warren Hastings, supplied Hickey with slanderous information, which Hickey skillfully used in his paper to target Hastings. ഹേസ്റ്റിങ്സിൻ്റെ തന്നെ കൗൺസിലിലെ ഗവർണർ ജനറൽസ് കൗൺസിലിലെ മെമ്പറായിരുന്ന സർ ഫിലിപ്പ് ഫ്രാൻസിസ് ആണ് ഇത്തരത്തിലുള്ള ഓരോ അപരാധിച്ച കഥകൾ ഹിക്കിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഹിക്കി അതിൽ ആവശ്യമുള്ള എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് നല്ല പാകത്തിൽ അതങ്ങോട്ട് വേവിച്ചെടുക്കും. അത് ജനങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ വാരൻ ഹേസ്റ്റിങ്സിനെ താറടിച്ച് കാണിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തി. എ സസ്പീഷൻ ഫോർട്ടിഫൈഡ് by that fact that Hickey's paper never attacked Sir Francis. ഈ വിവരങ്ങളൊക്കെ കൊടുത്ത് തന്നെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടു നടക്കണ കാരണം സർ ഫ്രാൻസിസിനെതിരായിട്ടുള്ള ഒരു വാർത്തയും ഹിക്കി പുറത്തുവിട്ടില്ല. റിപ്പോർട്ട്സ് ദാറ്റ് അനദർ ന്യൂസ് പേപ്പർ വാസ് ബീയിങ് പ്ലാൻഡ് ആൻഡ് ദി സബ്സ്ക്രൈബേഴ്സ് ഓഫ് ഹിക്കീസ് ഗസറ്റ് വാസ് ബീയിങ് അപ്രോച്ച്ഡ് മെയ്ഡ് ഹിം ഫ്യൂരിയസ്. He began to malign everyone who supported the news venture. The grant of the postal facilities to the new paper called India Gazette made Hickey attack mercilessly Warren Hastings and his wife. Chief Justice Elijah Impey became his special target of attack, whom he criticized for dubious way of amassing wealth.
അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിക്കിയുടെ പത്രത്തിന് കിട്ടേണ്ട പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ പത്രത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തില്ല. പകരം ഇന്ത്യ ഗസറ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിന് പോസ്റ്റൽ ചാർജ് ഫ്രീ ആക്കി കൊടുത്തു. അത് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച് ഇന്ത്യയിൽ വിൽക്കാനുള്ള അനുമതി വരെ കൊടുത്തു. അതിനെ തുടർന്നുണ്ടായ ദേഷ്യമാണ് ഈ ഗവർണർ ജനറലിനോട് വാരൻ ഹേസ്റ്റിങ്സിനോട് ഹിക്കി പ്രകടിപ്പിച്ചത്. അതിന് സഹായിക്കാൻ ഫിലിപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട്, അപ്പോഴാണ് ഇലിജ ഇംബെ എന്ന് പറയുന്ന ആള് ചീഫ് ജസ്റ്റിസ് കുറേ സ്വത്തുണ്ടാക്കിയതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അദ്ദേഹത്തിനെതിരെയും കൂടി അപവാദങ്ങളിൽ കൂട്ടിച്ചേർത്ത് ഇവർ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഗാന്ധീസ് അസാസിനേഷൻ ന്യൂസ് ഓൺ ദി ഹിന്ദു. ദി ഹിന്ദുവിൽ ഗാന്ധിജി മരിച്ച ദിവസം വന്ന വാർത്തയാണ്. ഡു യു നോ ദ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദാറ്റ് ഡിഡ് നോട്ട് ക്യാരി ദ ന്യൂസ് ഓഫ് ദി അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി ഓൺ ഇറ്റ്സ് ഫ്രണ്ട് പേജ്. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മരിച്ചിട്ട് ആ വാർത്ത പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ അന്നത്തെ പത്രങ്ങൾ തയ്യാറായില്ല. അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇറ്റ് വാസ് ദി ഹിന്ദു. ദ പ്രാക്ടീസ് ഇൻ ദ ഹിന്ദു ഇൻ ദോസ് ഡേയ്സ് വാസ് ടു ക്യാരി ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ ഇറ്റ്സ് ഫ്രണ്ട് പേജ്. പത്രത്തിൻ്റെ അധപതനം നോക്കൂ. അന്ന് പ്രിൻ്റ് ചെയ്തിരുന്ന 1948 ജാനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷം തികയണതിന് മുൻപ്. എന്നിട്ട് പോലും ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിൽ അവരന്ന് തുടർന്നു വന്നിരുന്ന ക്ലാസിഫൈഡ് ആഡ്സ് തന്നെ. ഗാന്ധി കൊല്ലപ്പെട്ടിട്ട് പോലും അതിനൊരു മാറ്റം വരുത്താൻ അവർ തയ്യാറായില്ല. അതാണ് ആ ബ്രിട്ടീഷ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അവർ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ തന്നെ ഇന്ത്യൻ പത്രങ്ങൾ മുന്നോട്ട് പോയി. ദിസ് പ്രാക്ടീസ് വാസ് ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് ന്യൂസ് പേപ്പേഴ്സ്. ദ ഹിന്ദു ഡിസ്കണ്ടിന്യൂഡ് ദിസ് പ്രാക്ടീസ് ഫ്രം 1954. 1954 ഈ രീതിക്ക് അവരൊരു അവസാനം കൊണ്ടുവന്നു. കാരണം ഇതല്ല ശരി, ഇമ്പോർട്ടൻ്റ് വാർത്തയാണ് ഫ്രണ്ട് പേജിൽ വരേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തി. ദ പയനിയറിംഗ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ, ബംഗാൾ ഗസറ്റ്, had also filled its front page with ads. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക്കേഷനായിട്ടുള്ള ബംഗാൾ ഗസറ്റ് ഉൾപ്പെടെ ഇതേ രീതി തന്നെയാണ് ചെയ്തിരുന്നത്. ഫ്രണ്ട് പേജിലെ ആഡ്സ് കൂടുതൽ കൊടുക്കും. കാരണം ആഡാണ് ആൾക്കാർ കാണേണ്ടത്, എന്നാലാണ് പത്രത്തിന് റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ പരസ്യത്തിന് അന്ന് പ്രാധാന്യം കൂടുതൽ കൊടുത്തത്. ദി ഓൾഡ് പ്രാക്ടീസ് ഹാസ് ഓൾറെഡി കെയിം ഡൗൺ ആസ് എ നോം. മെനി ന്യൂസ് പേപ്പർ ഇൻ ദ സിറ്റീസ് carry glaring full page advertisement on their front page. ഈ രീതി കുറേ നാൾ തുടർന്നു പോയി. കാരണം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വലിയ രീതിയിലുള്ള ഫുൾ പേജ് പരസ്യങ്ങൾ അന്നത്തെ കാലത്ത് കൊടുക്കാൻ കഴിയുന്നത് ആ കമ്പനിക്ക്, ആ പ്രോഡക്റ്റിന് വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് കാരണമാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പരസ്യം ഇന്നും ഉണ്ട്. നിങ്ങൾ മനോരമയും മാതൃഭൂമിയൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. ബൈജൂസ് ലേണിംഗ് ആപ്പ്, അല്ലെങ്കിൽ റിജു ആൻഡ് PSK ഗ്രൂപ്പിൻ്റെ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റേ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഫ്രണ്ട് പേജിൽ, ചിലപ്പോൾ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ പുതിയൊരു ഷോറൂം ഉദ്ഘാടനം, ഫ്രണ്ട് പേജിൽ പരസ്യം വരും. എന്നിട്ട് മനോരമ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ അവരുടെ പുതിയൊരു ഫ്രണ്ട് പേജും കൂടി വയ്ക്കും. അതാണ് അവരുടെ രീതി. വാരൻ ഹേസ്റ്റിംഗ് ഫൈനലി ടുക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഹിക്കി for defamation in 1781. He was convicted and sentenced to a year's imprisonment and to pay a fine of ₹2,000. ഇതിങ്ങനെ സ്ഥിരമായിട്ട് വാരൻ ഹേസ്റ്റിങ്സിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ 1 വർഷം ജയിലിലിടുകയും അന്ന് 1781 2,000 രൂപ പിഴയടയ്ക്കാനും പറഞ്ഞു. ഇന്നത്തെ ഒരു 10-20 ലക്ഷത്തിൻ്റെ വില ഉണ്ടാവും അന്നത്തെ ഒരു 2,000 രൂപയ്ക്ക്. ഒഫീഷ്യൽസ് വേർ അണ്ടർ ദി ഇംപ്രിസൺമെൻറ്റ് ദാറ്റ് വിത്ത് ഹിക്കി ഇൻ ജയിൽ ബംഗാൾ ഗസറ്റ് വുഡ് ഡിസപ്പിയർ. ദെയർ സർക്കുലേഷൻ
their calculation were wrong. Gazette continued to appear regularly while Hickey was in prison. ഹിക്കി ജയിലിലായപ്പോൾ വാരൻ ഹേസ്റ്റിങ്സ് വിചാരിച്ചു ഇനി പത്രം പുറത്തിറങ്ങില്ല, മെയിൻ ആളെയാണല്ലോ പിടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഹിക്കിയുടെ ചാരന്മാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുകയും പത്രം പുറത്തിറക്കുകയും ചെയ്തു. വാരൻ ഹേസ്റ്റിങ്സ് ആൻഡ് ഹിസ് ചീഫ് ജസ്റ്റിസ് were repeatedly lampooned. A series of actions was taken against Hickey and his weekly antagonist of Hickey, who had made up their mind to bring about the closure of Bengal Gazette, succeeded in procuring an order for the squeezer of the press. In 1782, the type for printing the paper were confiscated and Bengal Gazette was suppressed by the East India Company. This marked the premature and unceremonized death of India's first newspaper. ഹിക്കി ജയിലിലായിട്ട് പോലും ഹിക്കിയുടെ പത്രം കൃത്യമായിട്ട് വാരൻ ഹേസ്റ്റിങ്സിനെ ആക്രമിക്കുകയും തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ മനസ്സുമെടുത്തപ്പോൾ 1782 വാരൻ ഹേസ്റ്റിംഗ് ഇദ്ദേഹത്തിൻ്റെ ഹിക്കീസ് ഗസറ്റ് അല്ലെങ്കിൽ ബംഗാൾ ഗസറ്റ് അടച്ചുപൂട്ടുകയും ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് വിളിക്കപ്പെടുന്ന ബംഗാൾ ഗസറ്റ് വളരെ ശൈശവ ദശയിൽ തന്നെ മരിക്കാനായിട്ട് കാരണമായി. അത് ഇച്ചിരി പോയറ്റിക്കലായിട്ട് കാവ്യാത്മകമായിട്ട് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഈ പത്രം ഇല്ലാതായി എന്ന് പറയാനായിട്ട് പറഞ്ഞാണ്. ഇനി ഇവിടെ ബംഗാൾ ഗസറ്റിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഫ്രണ്ട് പേജ്. നോക്കിയാൽ കാണാം ഹിക്കീസ് ബംഗാൾ ഗസറ്റ് ഓർ ദി ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് തന്നെയാണ് പത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഹിക്കി അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും പത്രത്തിൻ്റെ കൂടെ കൊണ്ടു നടന്നു. ദ സ്പീസോ ഓഫ് ദി പ്രസ് വാസ് എ സെവറി ബ്ലോ ടു ദി ഓൾറെഡി ഹേർട്ട് എഡിറ്റർ. ഹി ഫേസ്ഡ് trouble after trouble and suffered heavily by courting the wrath of the authority. He died obscurity. Bound volumes of Bengal Gazette preserved in the National Library in Kolkata and British Museum Newspaper Library at Colindale bear testimony of James Augustus Hickey, the pioneer journalist of India. ഇന്നും ഹിക്കി പ്രസിദ്ധീകരിച്ച പല പത്രങ്ങളുടെ കോപ്പികൾ, അതിൻ്റെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങൾ ഒരു ചരിത്രരേഖയായിട്ട് നാഷണൽ ലൈബ്രറിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട്, കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസ് ആരംഭിക്കാൻ കാരണക്കാരനായിട്ട് തീർന്ന വ്യക്തിയാണ്. ഇനി കൺക്ലൂഡിംഗ് ആണ്, മൊത്തത്തിലൊന്ന് പറയാണ്. ഹിക്കി വാസ് അൺഡൗട്ടഡ്ലി ദ പയനിയർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. ബംഗാൾ ഗസറ്റ് ഹാഡ് എ ത്രില്ലിംഗ് ആൻഡ് turbulent history despite the fact that it had a short life of 2 years. വെറും 2 വർഷം പത്രം ഇറങ്ങിയുള്ളൂവെങ്കിലും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഗവർണർ ജനറലിനെതിരെ പോരടിച്ച് നിന്ന പത്രം എന്ന രീതിയിലും ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം എന്ന രീതിയിലും ബംഗാൾ ഗസറ്റിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ബട്ട് കൺസിഡറിങ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റ് ഓഫ് ദിസ് പേപ്പർ, ഇറ്റ് ഹാർഡ്ലി അപ്രോപ്രിയേറ്റ് ടു കോൾ ഹിം ദ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. ക്വാളിറ്റിയോ അതിനകത്ത് വന്നിട്ടുള്ള കണ്ടൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പത്രം എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് അത് ഉയർന്നു വന്നില്ലെങ്കിലും ഹിക്കീനെയാണ് ഇന്നും ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഹിസ് വീക്ക്ലി എക്സ്ക്ലൂസീവ്ലി അഡ്രസ്ഡ് ദി ഇംഗ്ലീഷ് റെസിഡൻസ് ഓഫ് കൽക്കട്ട ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് വെർ മെയിൻലി ഗോസിപ്സ് ആൻഡ് സ്കാൻഡൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗോസിപ്പ്, അപവാദങ്ങൾ, അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. There was hardly anything that really concerned the Indians. G.N.S. Raghavan, a historian of Indian journalism, in his work The Press in India, A New History, described Hickey as merely the first in a long line of Anglo-Indian newspaper publishers. ഇന്ത്യൻ ആംഗ്ലോ ന്യൂസ് പേപ്പർ പബ്ലിഷിങ്ങിലെ മാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടാണ് GNS രാഘവൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ
ഹിക്കിയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. സോ എന്തൊക്കെ പരാതികളും കുറ്റങ്ങളും പറഞ്ഞാലും ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നതും ഹിക്കി പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ബംഗാൾ ഗസറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. ബംഗാൾ ഗസറ്റിൻ്റെ തുടക്കം, ഒടുക്കം, അതിലെ വാർത്തകൾ, അതിൻ്റെ പ്രസിദ്ധീകരണ രീതി, അത് പ്രസിദ്ധീകരിക്കാൻ എടുത്തിരുന്ന ലെങ്ത്ത്, അതിലെ പ്രധാനപ്പെട്ട കോളംസ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് മനസ്സിലാക്കി പഠിക്കും. താങ്ക് യു.